آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സർവ്വ വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് സംതൃപ്തിയും സമാധാനവുമുള്ള ജീവിതം നിലനിർത്തുകയും പരലോകമോക്ഷം നേടിയെടുക്കുകയും ചെയ്യുന്ന ഉത്ബുദ്ധരായ വിശ്വാസിനികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സന്മാർഗ സരണിയിലൂടെ മരിക്കുവോളം സഞ്ചരിക്കുവാനുള്ള സന്മാർഗ സ്ഥിരതയും സൽക്കർമ്മ നിരതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹം അതിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് നിയ്യത്താക്കി മക്കയിൽ എത്തിച്ചേർന്നവരെല്ലാം ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്, അതിന് സമാപനം കുറിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ബലിപെരുന്നാള് ആഘോഷിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തി. ഇതിലെല്ലാം നമ്മൾ ഓർക്കുകയും നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത മഹാപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാൻ പറഞ്ഞ, അതല്ലെങ്കിൽ ഇബ്രാഹിമി ജീവിതത്തിൽ നിന്ന് പ്രധാനമായി നമ്മൾ നിലനിർത്തുകയും തുടരുകയും ചെയ്യേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് അല്പസമയം ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിലൂടെ ഉത്ബോധിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും പല വിഷയങ്ങളും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ നേരെ ചൊവ്വെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇബ്രാഹിമി മില്ലത്തിലൂടെ തൗഹീദി വിശുദ്ധി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം എന്ന നിലക്ക് നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ് താൻ അറിഞ്ഞ അള്ളാഹുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധകൻ കൂടിയായിരുന്നു. അഥവാ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടിയാണ് വലിയ ത്യാഗവും അർപ്പണ ജീവിതവും നയിച്ചത് എന്ന് നമുക്ക് ആ ചരിത്രം പരതുന്ന സമയത്ത് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ ആയത്താണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആശയമായിരുന്നു
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പ്രവാചകന്മാരും അന്ത്യപ്രവാചകനും ഒക്കെ ഉയർത്തിപ്പിടിച്ചതും പ്രഖ്യാപിച്ചതും വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? വഅമില സ്വാലിഹൻ, ആ പറയുന്നവൻ, പ്രബോധനം ചെയ്യുന്നവൻ, പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തുന്നവൻ, വഅമില സ്വാലിഹൻ, സൽക്കർമ്മനിരതമായി ജീവിക്കുകയും ചെയ്യും. വഖാല, അവൻ പറയും, ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അസ്ലംതു എന്ന് പറഞ്ഞല്ലോ. ഇബ്രാഹിം നബി ഹനീഫൻ മുസ്ലിമൻ എന്നും അള്ളാഹു പറഞ്ഞല്ലോ. ആ ഒരർത്ഥത്തിൽ ആദർശ വിശുദ്ധിയോട് അവൻക്ക് പറയാനും പ്രഖ്യാപിക്കാനും കഴിയണം, ഞാൻ അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ ഉൾപ്പെട്ടവനാകുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, അവന്റെ ദീനിലേക്ക്, ആ റബ്ബിനെ പരിചയപ്പെടുത്തുന്നതിലേക്കുള്ള വിളിയും ക്ഷണവും പ്രബോധനവും ദഅവത്തുമാണ് ആകാശഭൂമികൾക്കിടക്ക് ഒരു മുസ്ലിമിന് നിർവഹിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം, ഇബാദത്ത് എന്ന് പറയുന്നത്. അത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. നോമ്പ് നോറ്റ്, ഹജ്ജ് നിർവഹിച്ച്, ഉംറ നിർവഹിച്ച്, നമസ്കാരങ്ങൾ മണിക്കൂറുകൾക്കിടക്കെല്ലാം നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന അനുഷ്ഠാന മുറകളിലൂടെ ഇസ്ലാമിക ജീവിതത്തിന്റെ പല ഭാഗങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അറിയാതെ പോയതോ അറിഞ്ഞിട്ടും അലസത കാണിക്കുന്നതോ ആയ മേഖലയാണ് പ്രവാചകന്മാരും അവരെ തുടർന്ന് വന്ന മഹാരഥന്മാരായിട്ടുള്ള ഖലീഫമാരും അവരെ തുടർന്ന് വന്ന താബിഅകളും തബൂ താബിഈങ്ങളും മുൻഗാമികളും ഒക്കെ നിർവഹിച്ച ദഅവത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 125-ാമത്തെ ആയത്ത്, വദഉ ഇലാ സബീലി റബ്ബിക ബിൽഹിക്മതി വൽമൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. അല്ലാഹു ഓരോരുത്തരോടും പറയാം. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മ ആരാണോ പാരായണം ചെയ്യുന്നത് അവരോടാണ് അല്ലാഹു പറയുന്നത്, വദഉ, നീ ക്ഷണിക്കണം, ഇലാ സബീലി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കണം. ബിൽ ഹിക്മതി, എങ്ങനെയായിരിക്കണം ആ ക്ഷണം? യുക്തിദീക്ഷയോടുകൂടി, വൽ മൗഇദ, സതുപദേശത്തോടുകൂടി, വൽ മൗഇദത്തിൽ ഹസന, ഏറ്റവും നല്ല ശൈലിയിൽ, സതുപദേശത്തോടെ, ഗുണകാംക്ഷയോടെ, വിനയത്തോടെ, കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രബോധിത മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തുക എന്നത് നിന്റെ മേലുള്ള ബാധ്യതയാണ് എന്ന് അല്ലാഹു പറയാം. വജാദിൽഹും ബില്ലതി അഹ്സൻ, റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടിടത്ത് മാന്യമായ സംവദിക്കൽ അനിവാര്യമായി തീരുന്നു എങ്കിൽ അതും നീ നടത്തണം. നീ എത്തിക്കേണ്ടവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ്, ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി, ഇത് എത്തിച്ചു കൊടുത്താലും തിരസ്കാരത്തോടുകൂടി അഹങ്കാരവും നിഷേധവും മുൻനിർത്തി പടച്ച റബ്ബിന്റെ സന്മാർഗത്തിൽ നീ വ്യതിചലിച്ചു പോകുന്നത് ആരാണ് എന്ന് നീ അത് മാർക്കിടേണ്ട. പടച്ച റബ്ബിന് അത് അറിയാൻ സാധിക്കും. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, അങ്ങനെ പ്രബോധനത്തിന് ഫലം നൽകിക്കൊണ്ട് ഈ സന്മാർഗ പാതയിലേക്ക് കടന്നു വരുന്ന മുഹ്തദീങ്ങൾ ആരാണ്, സന്മാർഗം സിദ്ധിക്കുന്നവരാരാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി അറിയുന്നവനാണ് എന്ന്. ഇതിൽ ഹിക്മത്തോടുകൂടി മൗഇദത്തോടുകൂടി പടച്ച റബ്ബിലേക്കുള്ള ക്ഷണം നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. ഈ ദൗത്യമാണ് വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബാബിലോണിയയിലെ ഊർ എന്ന പട്ടണത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും ഭരണാധികാരിയുടെ മുമ്പിലുമൊക്കെ നിർവഹിച്ചത് വിശുദ്ധ ഖുർആനിൽ വിവിധ അധ്യായങ്ങളിലെ വിവിധ സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചത്. ആ ദൗത്യം അത്രത്തോളം കനത്തിലും ത്യാഗത്തിലും നിർവഹിച്ചത് കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പടച്ച റബ്ബ് ഉമ്മത്തൻ ഖാനിത, വിധേയപ്പെട്ട ഒരു ഉമ്മത്തിന് സമാനമായിരുന്നു. ഒരു സമൂഹം ഒന്നടങ്കം നിർവഹിക്കേണ്ട പ്രബോധന ദൗത്യമാണ് ഏകനായിക്കൊണ്ട് ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഖലീലുല്ലാഹ്,
അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് പടച്ചറബ് വിശേഷിപ്പിച്ചു. ഇബ്രാഹിം താങ്കൾ എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ലമിന സ്വാലിഹീൻ, താങ്കൾ ഇഹലോകത്തും പരലോകത്തും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയും ചെയ്തു. ദഅവത്തിന്റെ മേഖലയിൽ നിരന്തരമായ പരിശ്രമങ്ങളും യാത്രകളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തി. എല്ലാം പ്രതിബന്ധങ്ങളായിരുന്നു, പ്രതികൂലമായ അവസ്ഥകൾ, അനുഭവങ്ങളായിരുന്നു, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പരീക്ഷണ പരമ്പരകളായിരുന്നു. എന്നാലും പടച്ച റബ്ബ് ഏൽപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള വിളി, ആ അമാനത്ത് ശക്തമായി നിർവഹിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ അറിയിക്കുകയാണ്. നമ്മൾ നിർവഹിക്കണം. കാരണം അറഫയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ സംസാരത്തിന്റെ അവസാനത്തിൽ അവിടെ കൂടിയ 1,00,000-ൽ പരം വിശ്വാസി സമൂഹത്തിന് ഏൽപ്പിച്ച ഒരു അമാനത്തുണ്ട്, ഒരു വസിയത്തുണ്ട്. ആ അറഫയുടെ പല സന്ദേശങ്ങളും നമ്മൾ ഉൾക്കൊണ്ടു. അത് സമൂഹത്തിന് നമ്മൾ സമ്മാനിക്കുകയും സന്ദേശ പ്രചരണമാക്കി അറിയിക്കുകയും ചെയ്തു. നമ്മളും ഹജ്ജിൽ നിന്നും അറഫയിൽ നിന്നും ഇബ്രാഹിമി മില്ലത്തിൽ നിന്നും ആ പാഠമൊക്കെ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിന്റെ ഉത്തരവാദിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മില്ലത്തിലൂടെ ഏറ്റെടുത്ത് അവസാനം തന്റെ വിടവാങ്ങൽ ഭാഷണത്തിൽ ഈ ഉമ്മത്തിനോട് പറയാൻ, ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ആരാണോ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എങ്കിൽ എത്തിച്ചേർന്നവർ ഇനി എത്തിച്ചേരാനുള്ളവർക്ക്, അഥവാ ഇവിടെയുള്ളവർ ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എന്ന് പറയാം. അതുകൊണ്ടാണ് ഹാജിമാരൊക്കെ ഹജ്ജിന്റെ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ മദീന കൂടി സന്ദർശിക്കും. അത് ഹജ്ജുമായി ബന്ധപ്പെട്ട ചടങ്ങല്ല, അതിന്റെ കർമ്മമല്ല. പക്ഷേ മദീന സന്ദർശിക്കാം. സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ജന്നത്തുൽ ബഖീഅയിൽ, അഥവാ സഹാബികളെയൊക്കെ മരണത്തിന് ശേഷം മറമാടപ്പെട്ട ജന്നത്തുൽ ബഖീഅയിൽ സന്ദർശിക്കുമ്പോൾ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് 1,00,000-ൽ പരം സഹാബികൾ ഉണ്ടായിരുന്നു എങ്കിൽ ജന്നത്തുൽ ബഖീഅയിൽ വളരെ കുറഞ്ഞ ആളുകൾ, സഹാബികൾ മാത്രമാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ എവിടേക്ക് പോയി? ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിക്കണം. ഈ ദീനിന്റെ, പ്രകൃതി മതത്തിന്റെ സന്ദേശ പ്രചരണം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന നിലക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ യാത്ര തിരിച്ചു. നമ്മൾ ഈ ദഅവത്തിന്റെ മേഖലയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമൊക്കെ ബലിപെരുന്നാളിലൂടെ ഹജ്ജിന്റെ സമയങ്ങളിലൂടെയൊക്കെ ഓർത്തെടുത്തപ്പോ ദഅവത്തിന്റെ, സംസ്കരണത്തിന്റെ, തൗഹീദി പ്രബോധനത്തിന്റെ, ഉത്ബോധനത്തിന്റെ മേഖലയിൽ എന്ത് സംഭാവനയും സന്നദ്ധതയുമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മവിമർശന വിചിന്തനം നടത്തേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ആസർ എന്ന പിതാവിനോട് പറയാൻ, ബഹുദൈവാരാധകനായിരുന്ന, ബിംബങ്ങളെ കൊത്തിയുണ്ടാക്കി വിൽപ്പന നടത്തിയിരുന്ന പിതാവിനോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടെ, സ്നേഹത്തോടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സംവദിക്കുകയാണ്. അതാണ് കുടുംബത്തിൽ നമ്മൾ തുടങ്ങണം. 6-ാം അധ്യായം സൂറത്തുൽ അൻആം 74-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാൻ, വഇദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, ലി അബീഹി ആസറ, ആസർ എന്ന തന്റെ പിതാവിനോട്, അതത്തഖിദു അസ്നാമൻ ആലിഹ, ആരാധ്യരായിക്കൊണ്ട് താങ്കൾ ബിംബങ്ങളെ സ്വീകരിക്കുകയാണോ? ഇന്നി അറാക വഖൗമക, താങ്കളെയും താങ്കളുടെ സമൂഹത്തെയും ഫീ ളലാലിൻ മുബീൻ, ചൂഷണത്തിന്റെ വ്യക്തമായ വഴികേടിലാണ് ഞാൻ കാണുന്നത് എന്ന് അറിയിക്കുകയാണ്. അപ്പൊ കുടുംബത്തോട്, പിതാവിനോട് പറയാൻ, ഇത് തന്നെയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ദഅവത്തിന്റെ, പ്രബോധനത്തിന്റെ, സംസ്കരണ പ്രവർത്തനത്തിന്റെ പ്രഥമമായ സ്റ്റെപ്പ്, ആദ്യപടി നിർവഹിക്കേണ്ടത് അവനവന്റെ കുടുംബത്തിലാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് കൽപ്പിച്ചു, വഅൻദിർ അശീറതകൽ അഖറബീൻ, പ്രവാചകരെ താങ്കൾ താങ്കളുടെ ഏറ്റവും അടുത്തവരോട്, ബന്ധുക്കളോട് പരലോകത്തെക്കുറിച്ച്, ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് താങ്കൾ ഉത്ബോധനം അറിയിക്കണം, താക്കീത് നൽകണമെന്ന് പറയാൻ. ഇതാണ് പ്രവാചകന്മാരൊക്കെ നിർവഹിച്ചത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് പറയാ, 19-ാം അധ്യായം സൂറത്തു മറിയം 42-ാമത്തെ ആയത്ത്, 43, 44, 45 4 സൂക്തങ്ങളിലും പിതാവിനോടുള്ള ദഅവത്ത് നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഏകത്വത്തെ കുറിച്ച്, അതിന്റെ ഗൗരവം അറിയിക്കുകയാണ്. ആ അറിയിക്കുന്ന ഭാഷയിലും ശൈലിയിലും ആ 4 സൂക്തങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പിതാവിനെ അഭിസംബോധന ചെയ്യുന്ന പദപ്രയോഗം യാ അബതി എന്നാണ്, എന്റെ പൊന്നു പിതാവേ എന്നാണ്. യാ അബതി, ഇതാണ് ദഅവത്തിന്റെ ശൈലി. 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 42-ാമത്തെ ആയത്തിൽ ഇത് ഖാല ലി അബീഹി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം,
യാ അബതി എന്റെ പൊന്നു പിതാവേ ലിമ തഅബുദു താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത് മാലാ യസ്മഉ കേൾക്കാത്ത വലാ യുബ്സിറു കാണാത്ത വലാ യുഗ്നി അൻക ശൈആ താങ്കളുടെ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒന്നിനെ എന്തിനാണ് താങ്കൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. യാ അബതി എന്നാ പറയുന്നത്. ഇതാണ് പ്രബോധനത്തിന്റെ ശൈലി, ഇതാണ് ദഅവത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. തൗഹീദി പ്രബോധനം മാന്യമാകണം, ഗുണകാംക്ഷ നിർഭരമാകണം. അത് വാശിയും വിദ്വേഷവുമല്ല, അത് ആക്രോശവും അതേപോലെ തന്നെ ആളുകളെ തമ്മിലടിപ്പിക്കലുമല്ല. അള്ളാഹു എന്ന പരമകാരുണ്യകനെ പരിചയപ്പെടുത്താൻ പാകത്തിലായിരിക്കണം പ്രബോധിത സമൂഹത്തിലേക്ക് ഇത് എത്തിക്കേണ്ടത് എന്ന് 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം എന്ന പ്രവാചകൻ എന്ന പ്രബോധകൻ നിർവഹിച്ച ദൗത്യത്തെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തി തരികയാണ്. ഇത് തന്നെയാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശൈലി. യാ ബുനയ്യ അല്ലയോ പൊന്നുമകനെ ലാ തുശ്രിക് ബില്ലാഹ് നീ പടച്ചറബിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് മഹാപാതകമാണ്, ശിർക്ക് മഹാപാതകമാണ് എന്ന് പറയാ. അവിടെ പ്രയോഗിച്ചത് യാ ബുനയ്യ അല്ലയോ പൊന്നുമകനെ എന്നാണ്. ഇബ്രാഹിം നബി പിതാവിനോട് യാ അബതി അല്ലയോ പൊന്നു പിതാവേ എന്നാണ്. തുടർന്ന് വരുന്ന സൂക്തങ്ങളിലൊക്കെ ഇത് കാണുവാൻ കഴിയും. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമ് താങ്കൾക്ക് ലഭിക്കാത്ത അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മാലം യഅതിക ഫത്തബിഅനി അഹ്ദിക അതുകൊണ്ട് താങ്കൾ എന്നെ പിൻപറ്റണം. അഹ്ദിക സിറാത്തൻ സവിയ ഏറ്റവും നല്ല പാത താങ്കൾക്ക് ഞാൻ കാണിച്ചു തരാം, നേർവഴിയിലേക്ക് താങ്കളെ ഞാൻ നയിക്കുകയാണ് എന്ന് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബത്തിൽ ഈ ദഅവത്ത് നടത്തുക, ഈ ദഅവത്ത് നമ്മൾ നടത്തി, ഈ തൗഹീദി ബോധനം നമ്മൾ നടത്തി. നമ്മുടെ പിതാവിന്റെ അവസ്ഥ, നമ്മുടെ ഇണകളുടെ അവസ്ഥ, നമ്മുടെ മക്കളുടെ അവസ്ഥ, അവരുടെ തൗഹീദിന്റെ ഉറപ്പ്, ഏകദൈവ വിശ്വാസ വിശുദ്ധി, ശിർക്ക് കലരാൻ സാധ്യതയുണ്ടോ, ഏലസ് ധരിച്ചിട്ടുണ്ടോ, ഹൈക്കല്ല് ധരിച്ചിട്ടുണ്ടോ, തൗഹീദിന്റെ മണ്ണിൽ നിന്ന് തിരിച്ചു വരുന്നതിന് ശേഷം ശിർക്കിന്റെയും ജാറങ്ങളുടെയും മക്ബറകളുടെയും ഓരങ്ങളിലേക്ക് പോയിക്കൊണ്ട് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ആഗ്രഹിക്കുന്ന വ്യർത്ഥമായ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും യാത്രകളിലേക്കും നമ്മുടെ വല്യുപ്പമാർ വല്യുമ്മമാർ മാതാപിതാക്കൾ കുടുംബ ബന്ധുക്കൾ വ്യതിചലിച്ചു പോകുമോ എന്ന് നമ്മൾ നോക്കണം, നമ്മൾ നിരീക്ഷിക്കണം. എന്നിട്ട് ഗുണകാംക്ഷയോടെ അവരുടെ ഈ തൗഹീദ് ഉറപ്പിക്കാൻ പറയണം. പല ആളുകളും ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു യഖീന് കിട്ടണമെങ്കിൽ ഹജ്ജൊക്കെ അതിൻ്റെതായ രൂപത്തിൽ ആയിത്തീർന്നു, അതിന് അള്ളാഹുവിന് ശുക്ർ നൽകാൻ വേണ്ടിയിട്ട് ജാറങ്ങളിലേക്ക് മഖബറകളിലേക്ക് പോകുന്നവരുണ്ട്. ഹജ്ജിന് പോകുമ്പോഴും പോവുകയാണ്, തിരിച്ചു വന്നതിന് ശേഷവും പോവുകയാണ്. അവർ ശിർക്ക് കലർത്തുകയാണ്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നഷ്ടപ്പെടുത്തുകയാണ്, വെറും ഒരു യാത്രയാക്കി തീർക്കുകയാണ്, ലക്ഷങ്ങൾ വൃഥാവിലാക്കി തീർക്കുകയാണ്, ലക്ഷക്കണക്കിന് രൂപ അവർ നഷ്ടപ്പെടുത്തുകയാണ്. അവരത് നഷ്ടപ്പെടുത്തരുത്. പരലോകത്ത് അവരുടെ ഹജ്ജിന് സ്വർഗമെന്ന ഗുണം അവർക്ക് ലഭിക്കണം എന്ന അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി അവരോട് പറയാൻ സാധിക്കണം. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ എടുക്കപ്പെട്ട കഅബയെ തവാഫ് ചെയ്ത് അള്ളാഹിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ബലിയറുത്ത് അള്ളാഹു ഉറങ്ങാൻ പറഞ്ഞിടത്ത് ഉറങ്ങി, അള്ളാഹു എറിയാൻ പറഞ്ഞിടത്ത് എറിഞ്ഞ്, അങ്ങനെ ഇബ്രാഹിം നബിയുടെ പാതയിലൂടെ കടന്നു വന്ന് നിങ്ങൾ ശിർക്കിലേക്ക് പോകരുത്, ഹറാമിലേക്ക് പോകരുത്, വിശ്വാസത്തിലേക്ക് മായം കലർത്തരുത് എന്ന് പറയാൻ കഴിയണം. ഇബ്രാഹിം നബി പിതാവിനോട് നിർവഹിച്ചു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിർവഹിക്കേണ്ട മേഖലകളും സന്ദർഭങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതേപോലെ തന്നെ പ്രബോധന പ്രവർത്തനവുമായി ഈ ദഅവത്തുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി, അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഭരണാധികാരിയോട് പറയുക, അവിടെ സംവദിക്കുകയാണ്. വജാദിൽഹും ബില്ലത്തി അഹ്സൻ നേരത്തെ ഓതിയ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 258-ാമത്തെ ആയത്തിൽ നംറൂദ് എന്ന ഭരണാധികാരിയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സംവദിക്കുന്നത് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ അറിയിക്കുകയാണ്, വരച്ചു കാണിക്കുകയാണ്. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിം ഫീ റബ്ബിഹി അലം തറ പ്രവാചകരെ താങ്കൾ കണ്ടില്ലേ, അറിഞ്ഞില്ലേ? ഇലല്ലദീ ഹാജ ഇബ്രാഹിം ഫീ റബ്ബിഹി തന്റെ രക്ഷിതാവിന്റെ, തന്റെ റബ്ബിന്റെ വിഷയത്തിൽ അന്നാതാഉല്ലാഹുൽ മുൽക അല്ലാഹു അധികാരം നൽകിയ ഒരു അധികാരിയോട്, ഭരണാധികാരിയോട് സംവദിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ചുള്ള ചരിത്രം താങ്കൾ അറിഞ്ഞില്ലയോ? ഇത് ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബിയല്ലദീ യുഹീ വയുമീതു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്റെ റബ്ബ്. ആ സമയത്ത് അഹങ്കാരിയായ, നിഷേധിയായ, ധിക്കാരിയായ നമ്രൂദ് പറഞ്ഞത് ഖാല
അന ഉഹീ വ ഉമീതു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. ഒരാളെ കൊണ്ടുവരികയാണ്, അയാളോട് വെറുതെ വിടാൻ നീ പൊയ്ക്കോ എന്ന് പറയാൻ, ജീവിക്കാൻ അനുവദിച്ചു. മറ്റൊരുത്തനെ കൊണ്ടുവരികയാണ്, കൊല്ലുകയാണ്, ഞാനിതാ മരിപ്പിക്കുകയും ചെയ്തു എന്ന് പറയാം. ആ സമയത്ത് ഹിക്മത്തോടുകൂടി മുജാദലത്ത് നടത്തുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഫഇന്നല്ലാഹ, അങ്ങനെയെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന പടച്ച റബ്ബ്, യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി, കിഴക്കിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുകയാണ്, കൊണ്ടുവരികയാണ്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നീ പടിഞ്ഞാറ് നിന്ന് ആ സൂര്യനെ കൊണ്ടുവാ. നിഷേധിയായ നമ്രൂദിന്റെ സർവ്വവിദണ്ഡവാദങ്ങളും പൊളിഞ്ഞു പോവുകയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായി തിന്മകളിൽ ശഠിച്ചു നിൽക്കുന്നവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുകയില്ല. ഇങ്ങനെ നമ്രൂദിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സംവദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തി ഹിക്മത്തോടുകൂടി യുക്തിദീക്ഷയോടുകൂടി കൃത്യമായ മറുപടിയും പ്രതികരണവും അറിയിച്ചു. അതേപോലെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. സൂര്യനെ, ചന്ദ്രനെ, ബിംബങ്ങളെ, നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ജനതയോട്, പ്രബോധിത സമൂഹത്തോട് ഹിക്മത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹനെ പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 76, 77, 78, 79 4 സൂക്തങ്ങളിലൂടെ വളരെ മനോഹരമായി സമൂഹത്തോട് നടത്തുന്ന ആ സംഭാഷണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിക്കുന്ന ആ സംസാരം അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. എത്രയോ റമദാനുകളിലൂടെ, എത്രയോ തിലാവത്തുകളിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ ഈ ആയാത്തുകളിലൂടെ കണ്ണോടിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് സംവദിച്ച ആയത്താണ് ഞാൻ ഈ പാരായണം ചെയ്യുന്നത് എന്ന ശ്രദ്ധയോടെ, അർത്ഥബോധത്തോടെ അതിന് ആ ഒരർത്ഥത്തിൽ മനസ്സിലാക്കി പാരായണം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച എത്ര വിശുദ്ധ ഖുർആൻ പാരായണക്കാരും അനുയായികളും നമ്മളിലുണ്ട്. നമ്മൾ ആലോചിക്കണം. ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു, രാത്രി അങ്ങനെ മൂടിക്കഴിഞ്ഞപ്പോ റആ കൗകബൻ, ആകാശലോകത്ത് നക്ഷത്രങ്ങളെ കാണുകയാണ്. ഖാല, ഇബ്രാഹിം നബി പറഞ്ഞു, ഹാദാ റബ്ബി, അതാണ് എന്റെ രക്ഷിതാവ്. ഫലമ്മ അഫല, പിന്നീട് അസ്തമിച്ചു. അസ്തമിച്ച് മറഞ്ഞു പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അടുത്ത സൂക്തം, പിന്നീട് അതാ രാത്രിയുടെ നിശ്ചയെ ഭേദിച്ചുകൊണ്ട് നിലാപരത്തുന്ന ചന്ദ്രൻ കടന്നു വരികയാണ്. ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, അതാണ് എന്റെ റബ്ബ് എന്ന് പറയുന്നത്. പ്രബോധിതരുടെ മനഃശാസ്ത്രം അനുസരിച്ചാൽ പടച്ച റബ്ബിന് ശിർക്ക് ചെയ്യുകയില്ല, തൗഹീദിന്റെ മുൻഗണനാക്രമം തെറ്റിക്കുകയില്ല. ആ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനാണ് പടച്ച റബ്ബ് എന്ന് നേർക്കുനേരെ ആ സമൂഹത്തെ പരിചയപ്പെടുത്താൻ ഇബ്രാഹിം നബിക്ക് അറിയാത്തത് കൊണ്ടല്ല. കാലത്തെ തിരിച്ചറിയണം, സമൂഹത്തെ തിരിച്ചറിയണം, പ്രബോധിതരെ മനസ്സിലാക്കണം, തൗഹീദ് എങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ധാരണയുണ്ടാകണം. ആ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ ചിന്തിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി. ഫലമ്മാ റഅൽ ഖമറ, ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ഖാല ഹാദാ റബ്ബി, അതാണ് എന്റെ റബ്ബ്. ഫലമ്മാ അഫല, അതും അസ്തമിച്ചു, കാണാതായി, മറഞ്ഞുപോയി. ഖാല ലഇല്ലം യഹ്ദിനി റബ്ബി, അല്ലാഹ് എങ്ങാനും എനിക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നു എങ്കിൽ ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലീൻ, ഞാനും പിഴച്ചുപോയ സമൂഹത്തിൽ പെട്ടുപോകുമായിരുന്നു എന്ന്. അടുത്ത സൂക്തം, ഫലമ്മാ റഅ ശംസ, പിറ്റേ ദിവസം അത് കാത്തിരിക്കുകയാണ്. അതിലേക്കാളും വലിയ സൂര്യൻ ബാസിഖത്തൻ പ്രത്യക്ഷപ്പെടുകയാണ്, ഉദിച്ചുയരുകയാണ്. ഇന്നലെ കണ്ടതിനേക്കാളും വലിയത് ഇതാണല്ലോ, അങ്ങനെയെങ്കിൽ അതാണ് എന്റെ റബ്ബ് എന്ന് ഇബ്രാഹിം നബി പറയാൻ. അതും അസ്തമിച്ചു കഴിഞ്ഞപ്പോ അല്ലയോ സമൂഹമേ, ഇങ്ങനെ അസ്തമിക്കുന്ന സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ശിർക്കിൽ നിന്നെല്ലാം ഞാനിതാ മുക്തനാകുന്നു. എന്നിട്ട് അള്ളാഹനെ പരിചയപ്പെടുത്തുക. അതാണ് 79ാമത്തെ അവസാനത്തെ ആയത്തിൽ, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ, ഞാനിതാ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ഫതറ സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവന് നേരെ, ഹനീഫൻ, ഋജുമനസ്കനായി, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാനൊരു തരിമ്പും ശിർക്ക് ചെയ്യുന്നവനല്ല. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് സംവദിക്കുന്നത്. ഈ ദഅവത്തൊക്കെ ഈ പുതിയ കാലത്ത് പല സൗകര്യങ്ങളും സംവിധാനങ്ങളും സങ്കേതങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ എത്തിക്കാത്തത് കൊണ്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്തവർ, ജീവിച്ചവർ, അയൽപ്പക്കങ്ങളിലുള്ളവർ, ജോലി ചെയ്തവർ ഇതറിയാതെ പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അവർ നമുക്കെതിരെ പരലോകത്തെ എതിര് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത് എത്തിക്കേണ്ട വിധത്തിൽ മാന്യമായി എത്തിച്ചു കൊടുക്കണം എന്ന് ഈ ചരിത്രവും ഈ സൂക്തങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു ആകാശ
ആകാശഭൂമികൾക്കിടക്ക് ഒരു മുസ്ലിമിന് മരണത്തിന് മുമ്പേ നിർവഹിക്കാൻ സാധിക്കുന്ന ഉദാത്തമായ ദഅവത്തിലൂടെയും തന്റെ ജീവിതത്തിന്റെ സമയം, സന്മനസ്, സന്നദ്ധത, സമ്പത്ത് നീക്കിവെച്ച് ഇറങ്ങിത്തിരിക്കുവാനുള്ള മാനസികാവസ്ഥയും അതിനുള്ള പാഠവും ഇബ്രാഹിമി മില്ലത്തിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫയിലെ വസിയ്യത്തിലൂടെയും ഏറ്റെടുക്കുന്ന ഉത്ബുദ്ധരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സമ്പൂർണമായി ജീവിതത്തിൻ്റെ സദാസമയങ്ങളിലും പാലിച്ച് പ്രാവർത്തികമാക്കി അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നേടിയെടുത്ത് ഈ ലോകത്തോട് വിട പറയാൻ കഴിയുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആഴ്ചയിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശ്വാസി സമൂഹത്തിൻ്റെ സവിശേഷമായ ആരാധനാ നിർഭരമായ സംഗമമായി തീരുന്ന ജുമായിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജുമാ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ പൂർണ്ണമായ ജുമാ ലഭിക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആഹ്വാനം അനുസരിച്ചാണ് വെള്ളിയാഴ്ച മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ മസ്ജിദിൽ ഒരുമിച്ച് കൂടുന്നത്. 62-ാം അധ്യായം സൂറത്തുൽ ജുമായിലെ 9-ാം സൂക്തം. ജുമാ എന്ന് പറഞ്ഞാൽ കൂട്ടമായി തീരുക, സംഗമിക്കുക, സമ്മേളിക്കുക, ഒരുമിച്ച് കൂടുക എന്നാണ്. നമ്മളിതാ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. യാ യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാ, വെള്ളിയാഴ്ച ദിനത്തിൽ. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിനങ്ങളുടെ നേതാവാണ് വെള്ളി. ദിനങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ആ ദിനത്തിൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, ഖുത്ബയിലേക്ക്, ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ സഈ നടത്തണം, ധൃതിപ്പെട്ട് വരണമെന്നാണ്. സഫാ മർവയിൽ മാത്രമല്ല, സഈ എന്ന പദം പലയിടങ്ങളിലും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സഈ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി അതിൻ്റെതായ സമയത്ത് സമയനിഷ്ഠയോടെ പങ്കെടുക്കുക എന്നതാണ്. അതിന് പ്രതിബന്ധമായി നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ, കച്ചവടമാകട്ടെ, ഭൗതിക മറ്റ് എൻഗേജ്മെന്റുകളാകട്ടെ, അള്ളാഹ് പറയാൻ വദറുൽ ബൈഅ, നിങ്ങൾ നിശ്ചിത സമയത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റിവെക്കണം, ഷെഡ്യൂൾ ചെയ്യണം. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് എങ്കിൽ. അഥവാ എല്ലാം നഷ്ടപ്പെട്ട് എന്നാൽ നേടാനുള്ള ഒരു ലോകത്ത് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നിങ്ങൾ അനശ്വരമായി നിലനിൽക്കുന്ന സൽപ്രവർത്തികളെ കുറിച്ച് വിവേകത്തോടുകൂടി കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിർവഹിക്കാൻ കഴിയണമെന്ന് അള്ളാഹ് പറയാൻ. അപ്പൊ അതുകൊണ്ട് ജുമുഅ നമ്മൾ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായി തീരേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ജുമുഅക്ക് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം, വൈകിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന നഷ്ടം. ദുനിയാവിന്റെ പല ഓഫറുകൾക്കും വേണ്ടി പരക്കം പായുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും പടച്ച റബ്ബിന്റെ ഓഫർ ഉണ്ട്. ആ ഓഫർ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഉളുഹിയത്തൊക്കെ കഴിഞ്ഞു, ഉളുഹിയത്തിൽ ഒരു ഷെയർ പോലും ചേരാൻ സാമ്പത്തികമില്ലാത്ത ആളുകൾ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഒരു ഉരുവിനെ പോലും അറുക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് നമ്മൾ തോന്നിയിട്ടുണ്ട് എങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹ് ഓഫർ നൽകാൻ. ഒരു ഒട്ടകത്തെ തന്നെ അറുത്ത് അങ്ങനെ മാംസം ദാനം ചെയ്ത കൂലി നമുക്ക് കിട്ടും എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പഠിപ്പിച്ചു തരിക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ, കാന അലാ കുല്ലി ബാബി മിൻ അബ്വാബിൽ മസ്ജിദ്, പള്ളിയുടെ എല്ലാ വാതിലുകളിലും ഉണ്ടാകും മലായിക്കത്തുൻ, മലക്കുകൾ, യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ആ വാതിലിലൂടെ അങ്ങനെ കടന്നു വരുന്നവരെ ഓരോരുത്തരെയും അവരിങ്ങനെ രേഖപ്പെടുത്തുകയാണ്. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ ഫൈദാ ജലസൽ ഇമാമു, അങ്ങനെ ഇമാമ് ഖതീബ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ, അഥവാ ബാങ്ക് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ സമയം എത്തിക്കഴിഞ്ഞാൽ, ഇമാമ് മിമ്പറിലായി കഴിഞ്ഞാൽ, തവൗ അസ്സുഹഫ, ആ ലെഡ്ജർ, മലക്കുകൾ രേഖപ്പെടുത്തുന്ന ആ റെക്കോർഡ് ബുക്ക്, തവൗ, അവർ മടക്കി വെക്കുകയാണ്. വജാഉ യസ്തമിഊന ദിക്റ, അവരും പള്ളിയിലേക്ക് ആ മലക്കുകൾ കടക്കുകയാണ്. എന്നിട്ട് ഉത്ബോധനത്തെ ഖുത്ബയെ അവർ ശ്രദ്ധിക്കുകയാണ്. ഇതാണ് വെള്ളിയാഴ്ച നടക്കുന്നത്.
അപ്പോ ഇമാമ മിമ്പറിൽ കയറുന്ന സമയം വരെ മലക്കുകൾ വാതിൽക്കലുണ്ട്. നമുക്കത് കാണുകയില്ല, അറിയുകയില്ല, എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മിമ്പറിൽ ഖത്തീബ് കയറി കഴിഞ്ഞാൽ ആ ഗ്രന്ഥം റെക്കോർഡ് മടക്കി വെക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുക, ഓ മസലുൽ മുഹജ്ജിരി കമസലില്ലദി യുഹ്ദി അൽ ബദന, ആരാണോ ആദ്യം വരുന്നത് എങ്കിൽ അവർ ഒട്ടകത്തെ ബലിയറുത്തു കൊടുത്ത പ്രതിഫലാണ് അവർക്ക്. സുമ്മക്കല്ലദി യുഹ്ദി ബഖറ, പിന്നെ മാട്, പിന്നെ വരുന്നവന് മാടിനെ. സുമ്മക്കല്ലദി യുഹ്ദി അൽ കബ്ശ, പിന്നെ വരുന്നവൻക്ക് ആടിനെ അറുത്തു കൊടുത്ത, ദാനം ചെയ്ത. സുമ്മക്കല്ലദി യുഹ്ദി അൽ ദജാജ, പിന്നെ ഒരു കോഴിയെ ദാനം ചെയ്ത. സുമ്മക്കല്ലദി യുഹ്ദി അൽ ബൈള, പിന്നെ കോഴിമുട്ടയെ. അവർ കോഴിമുട്ടയെങ്കിലും ദാനം ചെയ്ത പ്രതിഫലം ആ ഒരു റെക്കോർഡെങ്കിലും ലഭിക്കുന്ന വിധത്തിലായിരിക്കണം വെള്ളിയാഴ്ച നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്, ജുമാക്ക് വേണ്ടി നമ്മൾ വരേണ്ടത്. അതുകൊണ്ട് പുണ്യം പൂർണ്ണമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് 12:40 ജുമാ തുടങ്ങുന്നത് എങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ ഒരുങ്ങണം. 15 മിനിറ്റ് നേരത്തെ വരിക, 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക, എന്നിട്ട് 5 മിനിറ്റ് വിശുദ്ധ ഖുർആൻ എന്ന ആയത്തുകൾ പാരായണം ചെയ്യുക, എന്നിട്ട് 3-4 മിനിറ്റ് കൈകൾ ഉയർത്തി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക, എന്നിട്ട് അങ്ങനെ ഖുതുബയെ കാത്തിരിക്കുക, ആരാധനാ നിമഗ്നരായി. ആ ഒരു മാനസികാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പല അർത്ഥത്തിലുമുള്ള ഈ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാനും നമ്മുടെ പല പ്രശ്നങ്ങളും പടച്ച റബ്ബിനോട് പങ്കുവെക്കാനും ധൃതിപ്പെടാതെ തന്നെ ജുമഅയുടെ പൂർണ്ണത നമുക്ക് കൈവരിക്കാനും കഴിയും. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വരുന്നൊരു സംശയമാണ്, മിമ്പറിൽ കയറി ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഖുതുബയാണ് ശ്രദ്ധിക്കേണ്ടത്. ഖുതുബയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ സുന്നത്ത് നമസ്കരിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. അവർ സുന്നത്ത് നമസ്കരിക്കണം. ബാങ്കിന് ഇജാബത്ത് കൊടുക്കല് സുന്നത്താണ്. എന്നാൽ ഖുതുബ ശ്രവിക്കൽ അത് നിർബന്ധ കാര്യമാണ്. ബാങ്ക് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് സുന്നത്ത് നമസ്കരിക്കാവുന്നതാണ്. ആ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ അതിലേക്കൊന്നും പോകാതെ ഒരു 10-15 മിനിറ്റ് നേരത്തെ വന്നു കഴിഞ്ഞാൽ തഹിയ്യത്തും തിലാവത്തുൽ ഖുർആനും ദുആവും ദിക്റുകളും ഒക്കെ ലഭിക്കുന്ന വിധത്തിൽ അള്ളാന്റെ പള്ളിയിൽ ഒരുമിച്ചുകൂടി അങ്ങനെ പിരിഞ്ഞു പോകാൻ. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വന്ന് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെയും പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉപജീവനത്തിലേക്ക്, അധ്വാനത്തിലേക്ക്, ജോലിയിലേക്ക്, കച്ചവടങ്ങളിലേക്ക്, ഭൗതിക വ്യവഹാരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു അനുഷ്ഠാന മുറയിലെ പൂർണ്ണമായ അതിന്റെ ചൈതന്യവും വിധിവിലക്കുകളും പാലിച്ചുകൊണ്ട് അത് നിർവഹിക്കാനുള്ള തൗഫീക്ക്, അതിനുള്ള അറിവ്, അതിനുള്ള ഭക്തി, സൂക്ഷ്മത നമ്മൾ കാണിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ സൽക്കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. മനുഷ്യ സഹജമായ വീഴ്ചകൾ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഹജ്ജിലൂടെയും